തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിൽ KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തും. അതേസമയം തൃശൂർ DCC ഓഫീസിലെ കയ്യാങ്കളിയിൽ മദ്യപിച്ചെത്തിയവരാണ് സംഘർഷമുണ്ടാക്കിയത് എന്ന ആരോപണം ഉയരുന്നു. DCC സെക്രട്ടറി സജീവ് കുര്യച്ചിറയും കൂടെയുണ്ടായിരുന്നവരെ മദ്യപിച്ചതായാണ് ആരോപണം. സജീവ് കുര്യച്ചിറയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ലെവിൻ K വിജയൻ ചേർന്നു തൃശൂരിൽ നിന്ന്. ലെവിൻ, ഈ K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള നേതാക്കളുടെ പോര് കഴിഞ്ഞ ദിവസം വലിയൊരു കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. ഈ അധ്യക്ഷൻ തന്നെ ഒരു വശത്ത് വന്ന സാഹചര്യത്തിൽ കടുത്ത നടപടി വേണമെന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ അടക്കം നിലപാട്. ഇപ്പോൾ ഈ നേതാവിനെ, അതായത് ഈ ജോസ് വള്ളൂരിനെ ഡൽഹിക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒരു നടപടിക്ക് വേണ്ടി തന്നെ ആയിരിക്കുമോ? സേതു, ജോസ് വള്ളൂര് നേരിട്ട് KPCC AICC നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുന്നതിനായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജോസ് വള്ളൂർ ഇന്ന് പുലർച്ചെ മറ്റ് DCC ഭാരവാഹികളോട് പോലും അറിയിക്കാതെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഡൽഹിയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുമായി ജോസ് വള്ളൂർ ആശയവിനിമയം നടത്തി, ചർച്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DCC ഓഫീസിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം തന്റെ പക്കലുണ്ട്. അത് തെളിവായി കാട്ടിയാണ് ഈ സംഭവങ്ങളെ കുറിച്ച് ജോസ് വള്ളൂർ വിശദീകരിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഈ സംസ്ഥാനത്തെ കോൺഗ്രസിനും തന്നെ നാണക്കേടുണ്ടാക്കിയ ഈ കയ്യാങ്കളി ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ദേശീയ കമ്മിറ്റിക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ നൽകേണ്ടി വന്നിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിനൊപ്പം തന്നെ തൃശൂരിലെ തോൽവി നേരിട്ട K മുരളീധരൻ കൃത്യമായി ഈ വിഷയത്തിൽ നടപടി വേണമെന്ന് നേതാക്കൾക്ക് മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അല്ലാത്ത പക്ഷം താൻ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുമെന്ന് അദ്ദേഹം അറിയിച്ചതായാണ് നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ K മുരളീധരൻ പറഞ്ഞത് താൽക്കാലികമായി പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് പറഞ്ഞത് അതിന്റെ ഒരു സൂചനയാണ്. കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രധാനമായും TN പ്രതാപൻ, മുൻ MP TN പ്രതാപൻ, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിലക്കര, അതോടൊപ്പം MP കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ട് കൂടി ഈ പോസ്റ്റർ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി ഇന്നു രാവിലെ കൂടി പോസ്റ്റർ